അവതരിപ്പിക്കുന്ന നാടകം ശില്പങ്ങളുടെ ശില്പി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ എല്ലാ പള്ളികളിലും വീഡിയോസ് തകർത്ത് നടക്കുകയാണ്. ഞാൻ എന്തായാലും പണ്ട് പള്ളിയിലൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് വിഷയമല്ല. എന്തോ എനിക്ക് പണ്ട് ഇതൊന്നും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ പറന്ന് പറന്ന് നടക്കണം. എന്ത് രസമല്ലേ? നിൽക്കടാവിടെ, നിന്നെ ഞാൻ യേശുവിന്റെ ശില്പാക്കി കൊണ്ടുവന്നതല്ലേ. നീ അതിനിടയ്ക്ക് എവിടേക്കാണ് ഓടിപ്പോയത്? ഞാനോ? യേശു? എനിക്കൊന്നും വയ്യ. നിങ്ങൾ വേറെ ആളെ നോക്ക്. എനിക്കിങ്ങനെ പ്രതിമയായി നിൽക്കൊന്നും വയ്യ. എനിക്കിങ്ങനെ പറന്ന് പറന്ന് നടക്കണം. നിങ്ങളൊന്ന് പോക്കേ മാഷേ. നിൽക്കടാ അവിടെ. നിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരു ശില്പാക്കാനും എനിക്കറിയാം. ആശ്വാസമായി. ആ ശില്പി പോയല്ലോ, ഇനി സമാധാനത്തോടെ ഇരിക്കാം. യോനെ, നിന്റെ അനുസരണക്കേട് ഇതുവരെ മാറിയില്ലേ? അത് അനുസരണക്കേടല്ലല്ലോ, അവന്റെ അവകാശമല്ലേ. എത്രയായാലും നമ്മളെ ശില്പങ്ങളല്ലേ. അതും ശരിയാ. കുഞ്ഞുങ്ങളെ, എന്റെ പേരാണ് യോന. എനിക്ക് ഒരു കഥ പറയാനുണ്ട്. പണ്ട് ദൈവം എന്നോട് പറഞ്ഞു നിലവിലേക്ക് പോയി അവിടുത്തെ ജനങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ. പക്ഷെ ഞാൻ അതൊന്നും കേൾക്കാതെ വലിയ കപ്പൽ കയറി തർശീശിലേക്ക് പോയി. പിന്നെയോ കപ്പലിലുള്ളവർ എന്നെ കടലിലേക്ക് ഇട്ടു. അവിടെ നിന്ന് എന്നെ ഒരു തിമിംഗലം വിഴുങ്ങി. അങ്ങനെ 3 ദിവസം ഞാൻ തിമിംഗലത്തിന്റെ വയറ്റിൽ കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവസാനം 3-ാം ദിവസം ആ മീൻ എന്നെ കടലിലേക്ക് ശബ്ദിച്ചു. പിന്നീട് ഞാൻ ഒരിക്കലും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ഈ വർഷം നിങ്ങൾ എൻ്റെ ഒരു പാട്ട് പഠിച്ചല്ലോ, അതൊന്ന് പാടാമോ?
ദൈവം നമുക്ക് അതിർവരമ്പുകൾ വെച്ചിരിക്കുന്നത് ദൈവത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തു വരാനാണ്, നമ്മളെ രക്ഷിക്കാനാണ്. പണ്ട് ഒരു പ്രളയം എന്റെ ദേശത്ത് വന്നപ്പോൾ ദൈവം എന്നോട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. ദൈവം പറഞ്ഞതുപോലെ ഞാനത് അനുസരിച്ചു. അതുകൊണ്ട് തന്നെ ഞാനും കുടുംബവും കുറച്ച് ജീവജാലങ്ങളും അന്നത്തെ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ദൈവത്തിന് നന്ദി. എനിക്കുണ്ടൊരു കഥ പറയാൻ. എന്റെ ജീവിതത്തിലേക്ക് കർത്താവ് വെളിച്ചം വിതറിയ കഥ. ക്രിസ്ത്യാനികളെല്ലാം കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഒരു ദുരിതകാലം എനിക്കുണ്ടായിരുന്നു. പിന്നീട് കർത്താവ് എന്നെ